ദേവികുളം മുൻ എം.എൽ.എ. എസ് രാജേന്ദ്രനെ ബി.ജെ.പി നേതാക്കൾ സന്ദർശിച്ചു. മൂന്നാർ ഇക്കാനഗറിലെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം. ബിനീഷ് ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. ബിനീഷ്, ബി.ജെ.പിയുമായി അടുക്കുന്നു, ബി.ജെ.പിയിലേക്ക് അദ്ദേഹം പോകും എന്നുള്ള ചർച്ചകൾ വളരെ സജീവമായിരുന്നു. അദ്ദേഹം അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്താണ് കാര്യങ്ങളുടെ പോക്ക്? ഫിജി, തീർച്ചയായും ഈ എസ് രാജേന്ദ്രൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് താൻ ബി.ജെ.പിയിലേക്ക് പോകുന്നില്ല എന്ന വാർത്ത തന്നെയാണ്. ഇപ്പം അദ്ദേഹം ആ പ്രതികരണം തന്നെയാണ് നമുക്ക് നൽകുന്നത്. കാരണം ബി.ജെ.പിയിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. ഏതായാലും അത്തരത്തിൽ പോകുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെയും ഈ ഡൽഹിയിലെത്തി ജാവ്ദേക്കറിനെ കണ്ടതും അതോടൊപ്പം തന്നെ മുൻപ് തന്നെ ഈ സംസ്ഥാന നേതാക്കളടക്കം ഈ രാജേന്ദ്രന്റെ വീട് സന്ദർശനം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി.ജെ.പിയുടെ ഡോക്ടർ പ്രമീള ദേവി, അതുപോലെ തന്നെ മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി എന്നിവരെല്ലാം തന്നെ ഇപ്പോൾ ഈ രാജേന്ദ്രന്റെ വീടിന്റെ സന്ദർശനം നടത്തി പോയിരിക്കുന്നു. അത്തരത്തിൽ ഒരു പ്രതികരണം ആവശ്യപ്പെട്ടാൽ അദ്ദേഹം പറഞ്ഞത് അത് സ്വാഭാവിക ഒരു സന്ദർശനം മാത്രമാണ്, അല്ലെങ്കിൽ താൻ ബി.ജെ.പിയിൽ പോകുമെന്നുള്ളൊരു വാർത്ത അടിസ്ഥാനരഹിതമാണൊക്കെ തന്നെയാണ് ഈ എസ് രാജേന്ദ്രന്റെ പ്രതികരണം. ഏതായാലും അത്തരത്തിൽ ഈ പ്രതികരണമെല്ലാം ഉന്നയിക്കുമ്പോഴും ഈ ബി.ജെ.പി നേതാക്കൾ വീടുകളിലെത്തി രാജേന്ദ്രന്റെ വീട്ടിലെത്തി അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതും നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഇപ്പോൾ ഈ ബി.ജെ.പി നേതാക്കൾ സന്ദർശനം നടത്തി പോയെങ്കിൽ തന്നെ ഈ രാജേന്ദ്രന്റെ പ്രതികരണം താൻ പോകുന്നില്ല എന്ന് തന്നെയാണ് രാജേന്ദ്ര ഒരു ആവർത്തിച്ച് പറഞ്ഞത്. ഏതായാലും ഈ കഴിഞ്ഞ സിപിഎമ്മായിട്ടുള്ള പ്രാദേശിക നേതൃത്വമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഈ ഇലക്ഷൻ മുമ്പ് തന്നെ പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞിരിക്കും. ഇലക്ഷൻ കഴിഞ്ഞു പോലും അത്തരത്തിലെ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രാജേന്ദ്രനും പ്രാദേശിക നേതൃത്വമായുള്ള നേതാക്കളുമായുള്ള ഒരു പ്രശ്നം മുൻപ് തന്നെ നിലനിന്നിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പറഞ്ഞ് രമ്യതപ്പെടുത്തി രാജേന്ദ്രൻ വീണ്ടും സിപിഎമ്മിലേക്ക് വരും, അല്ലെങ്കിൽ അതിനു മുന്നാടി തന്നെ ഇലക്ഷനിലെല്ലാം തീർച്ചയായും ഈ ജോയ്സ് ജോർജിന് മത്സരത്തിൽ അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണത്തിനെല്ലാം തന്നെ നല്ലൊരു ഭാഗമാകുമോ എന്നെല്ലാം തന്നെയാണ് ഈ സിപിഎമ്മിന്റെ ഇടുക്കി ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ രാജേന്ദ്രനെ അപേക്ഷിച്ച് രാജേന്ദ്രൻ ഈ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയിലും രാജേന്ദ്രൻ പങ്കെടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ പാർട്ടി അംഗത്വവും സ്വീകരിച്ച് ഒതുക്കിയിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. ഏതായാലും ഇപ്പോൾ ഈ ബി.ജെ.പി നേതൃത്വം രാജേന്ദ്രനെ കണ്ടു പോയിട്ടുണ്ട്. എന്നാലും രാജേന്ദ്രൻ ആവർത്തിച്ച് പറയുന്നത് താൻ ബി.ജെ.പിയിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ബി.ജെ.പി നേതാക്കളുടെ സന്ദർശനം നടത്തുന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നീടായിരിക്കും ഈ രാജേന്ദ്രന്റെ ഒരു കൃത്യമായ ഒരു നിലപാട് നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് വേണം നമുക്ക് പറയാൻ. ഫിജി, ശരി ബിനീഷ്, ഇപ്പോൾ എസ് രാജേന്ദ്രൻ നേരത്തെ കൂടിക്കാഴ്ച നടത്തി, ബി.ജെ.പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ റിപ്പോർട്ടാണ് നൽകിയത്. ഇടുക്കിയിൽ നിന്നും മൂന്നാറിലെത്തിയാണ് നേതാക്കൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയാണ് രാജേന്ദ്രനെ കണ്ടത്. എന്നാൽ ബി.ജെ.പിയിലേക്കില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് രാജേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ തീരുമാനം, നിലപാടുകൾ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു.